ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ തേർഡ് ലെസൺ. എങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ലെസൺ? നല്ല ക്ലിയർ ആണോ? ഇപ്പോഴും സംശയമുള്ളവർ, കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് എന്നെ വിളിക്കണം, ഫോണിൽ വിളിക്കണം, മെസ്സേജ് അയക്കണം. എന്നിട്ട് ഇനിയും ക്ലിയർ ആവാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി വിളിക്കാൻ മടിക്കരുത്, മെസ്സേജ് ചെയ്യാൻ വേണ്ടി മടിക്കരുത്. നമുക്ക് ആദ്യത്തെ ഈ ലെസൺസ് നല്ല സ്മൂത്തായി മനസ്സിലായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് നമ്മൾ ചില പേരുകൾ അല്ലേ, ചില പ്രോപ്പർ ആയിട്ട് ഒരാൾക്ക് തന്നെയുള്ള അല്ലെങ്കിൽ ഒന്നിന് തന്നെയുള്ള ചില പേരുകളെ പറ്റിയാണ് പറഞ്ഞത്. രണ്ടാമത്തത് ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് പൊതുവായിട്ടുള്ള പേരുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ എന്ന രണ്ട് സെഷൻസാണ് നമ്മൾ ആദ്യത്തെ രണ്ടിൽ എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമ്മൾ ചെറിയ കുഞ്ഞു വാക്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. നിങ്ങളതിൻ്റെ ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് കഥ എഴുതി തുടങ്ങുന്നതിന്, ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നതിന്, അതേപോലെ ഒരു പ്രസംഗത്തിൽ ഒരു വിശിഷ്ടാതിഥിയായി വന്നിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രക്ചറാണത്. അതായത് ഒരാളുടെ പേര് പറയുക, അതിനുശേഷം അയാൾ ആരാണെന്ന് പറയുക എന്നുള്ള ആ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മളതിന് ബേസിക് ആയിട്ടുള്ള ഒരു ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് മോഹൻലാൽ ഈസ് എൻ ആക്ടർ എന്ന് വെറുതെ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അത് മോഹൻലാൽ എന്നുള്ളത് മാറ്റി ആക്ടർ എന്നുള്ളത് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള കുറേ വാക്യങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള 25 സെൻറ്റൻസസ് എഴുതുന്നതിനെ പറ്റിയാണ് നമ്മൾ തന്നിട്ടുള്ള ഒരാക്ടിവിറ്റി. ഓക്കെ, അതെല്ലാവരും പൂർത്തിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ. അപ്പോൾ എന്താണ്, കോൺഫിഡൻസ് ഉണ്ടാവണം. 25 വാക്യങ്ങൾ നിങ്ങളതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന വാക്യമാണത്, അതാരും എഴുതുന്നത് മനഃപ്പാടം പഠിക്കുന്നതല്ല. ഓക്കെ, അതിന് നമ്മൾ ഫ്രീ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്, നിങ്ങൾ തന്നെ എഴുതുന്നതിനെ. നിങ്ങൾക്കത് ഓക്കെ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലെസണിലേക്ക് കിടക്കാം. അത് മറ്റൊന്നുമല്ല, നമുക്ക് ഈ ഏതെങ്കിലും ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പേര് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിന് വേറെ ഒരു നൗൺ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് മറ്റൊന്ന് ഉപയോഗിക്കും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. എന്നാലും നമുക്ക് പറയാം, ഡോഗ്സ്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു കൂട്ടം ഡോഗ്സിനെ കണ്ടു അല്ലേ, ഒരു കൂട്ടം ഡോഗ്സിനെ കണ്ടു. അപ്പോൾ നമുക്ക് പല വിധത്തിലത് പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാം? ഐ സോ 3 dogs എണ്ണോ, അല്ലെങ്കിൽ ഐ സോ മെനി ഡോഗ്സ്, കുറേ എണ്ണത്തിന് കണ്ടു, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഒരു കൂട്ടം ഡോഗ്സിനെ കണ്ടു എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു വാക്യമുണ്ട്. പട്ടികളുടെ ഒരു കൂട്ടം, അതിന് പറയുന്നത് എ പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ്. എ പാക്ക് ഓഫ് ഡോഗ്സ്. A pack of dogs. A pack, P-A-C-K. A pack of dogs. I saw a pack of dogs. നമുക്ക് അത്തരത്തിലുള്ള കൂട്ടങ്ങൾക്ക് പറയുന്ന പേരുകൾ പരിചയമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തത് നമുക്കെടുത്ത് നോക്കാം. കളിക്കാരാണെന്ന് കരുതുക. പ്ലേയേഴ്സ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഈ കൂട്ടത്തിൽ എന്താണ് പറയുന്നത്? ഒരു കൂട്ടമായിട്ട് പറയുമ്പോൾ അതിനാണല്ലോ ടീം എന്ന് പറയുന്നത് അല്ലേ. എ ടീം ഓഫ് പ്ലേയേഴ്സ്. ഓക്കെ, അതുപോലെ നിങ്ങൾ യാത്രയിൽ വഴിയിൽ വെച്ച് ഒരു വലിയ ആനക്കൂട്ടത്തെ കണ്ടു. ആനക്കൂട്ടം അല്ലേ, അപ്പോൾ ഒരു കളക്ഷനാണ്, വലിയ കളക്ഷൻ. ആനയുടെ കുറേ എണ്ണം. അപ്പോൾ അതിന് പറയുന്നത് എ ഹേർഡ് ഓഫ് എലിഫൻസ് എന്നാണ്. എ ഹേർഡ് ഓഫ് എലിഫൻസ്. H-E-R-D, herd. A herd of elephants. Okay. അതെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേർഡാണ് അങ്ങനെ ബൊക്കെ അല്ലേ. ബൊക്കെ, ഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിന് അങ്ങനെ തന്നെ പറയുന്നത്. എങ്ങനെയാണ്? എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കെ സ്പെല്ലിങ് നോക്കണേ. ബൊക്കെ എന്നുള്ളതിൻ്റെ എന്തോ കുഴപ്പമുണ്ടേ, പഠിക്കണേ. ബൊക്കെ. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ വലിയവരുടെ കയ്യിലെല്ലാം
ബിസിനസ്സുകാരുടെ കയ്യിൽ പ്രത്യേകിച്ചും ഒരു വലിയ താക്കോൽ കൂട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കീസിൻ്റെ ഒരു വലിയ കൂട്ടം, കീസ്. അതിന് പറയുന്നത് എ ബഞ്ച് ഓഫ് കീസ് എന്നാണ്. എ ബഞ്ച് ഓഫ് കീസ്, എ ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുന്നത്. ബഞ്ച്, BUNCH, ബഞ്ച്, എ ബഞ്ച് ഓഫ് കീസ്. ഓക്കെ. സ്റ്റാമ്പ് ശേഖരണം ഉണ്ടാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റാമ്പ് ശേഖരിക്കുന്നവരുണ്ടാ? തന്നെ എൻ്റെ പേര് തന്നെ സ്റ്റാമ്പ് കളക്ഷൻ എന്നാണ് അല്ലേ? കളക്ഷൻ. അപ്പോൾ അങ്ങനെ തന്നെയാണ് സ്റ്റാമ്പിൻ്റെ ഒരു കൂട്ടത്തെ എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് എന്നാണ് പറയുന്നത്. എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്, എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്. ഓക്കെ. ഇനിയിപ്പോൾ നക്ഷത്രങ്ങളാണെങ്കിലോ നമുക്ക് ആ ഒരു വേർഡ് അറിയാലോ. നക്ഷത്രങ്ങളാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഒരു വലിയ കൂട്ടത്തെ നമ്മളെന്താണ് പറയുന്നത്? നക്ഷത്രങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ എ ഡാഷ് ഓഫ് സ്റ്റാർസ്. അതെ, ഗാലക്സി എന്നാണ് പറയുന്നത്. ഗാലക്സി, എ ഗാലക്സി ഓഫ് സ്റ്റാർസ്. ഓക്കെ, എ ഗാലക്സി ഓഫ് സ്റ്റാർസ്. അപ്പോൾ ഇവയെല്ലാം ഒരു വലിയ കളക്ഷന് ഒന്നിച്ചിട്ടുള്ളതാണ്, ഒരു കൂട്ടത്തിന് ഒന്നിച്ചിട്ടുള്ള പേരാണ്. ഓക്കെ. ഒരു കൂട്ടം ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ വേർഡ്സ് ഉള്ളൂ, ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള നൗൺസിനൊരു പേരുണ്ട്. വെറുതെ ഒരു പേര് പിടിക്കാം നമുക്ക്. കളക്റ്റീവ് നൗൺസ് എന്നാണ് പറയാം. കളക്റ്റീവ് നൗൺസ്, കളക്റ്റീവ് നൗൺസ്, കളക്റ്റീവ് നൗൺസ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ലെസൺ. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു നിയമമൊന്നുമില്ല. നമ്മളൊരു 10-100 കളക്റ്റീവ് നൗൺസ് പഠിക്കുക തന്നെ വേണം. ഒരു 100 ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വഴി. അതിന് വേറെ എളുപ്പ വഴി, കുറുക്ക് വഴി ഒന്നുമില്ല. ഓക്കെ. Thank you. Thanks a lot for watching the video.